ഇപ്പോൾ ബി.ജെ.പി. നേതാവ് ശ്രീ സന്ദീപ് വാചസ്പതി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. സന്ദീപ്, ഇന്നത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഇനി SSK ഫണ്ട് കേരളത്തിന് കിട്ടിയില്ല എങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന്. അതായത് CPI അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് മനസ്സില്ലാ മനസ്സോടെയാണ് PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറുന്നത്. എന്താണ് BJPയുടെ പ്രതികരണം? അല്ല, ഇത് രാഷ്ട്രീയമായ തട്ടിപ്പാണെന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചതാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ കിടന്ന് പുളയ്ക്കുന്ന ചില അണികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി CPIയുടെ CPI ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളെ ഒന്ന് പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി എടുത്ത ഒരു തീരുമാനം എന്നതിനപ്പുറത്തേക്ക് ഇതിന് രാഷ്ട്രീയമായോ ഭരണഘടനാപരമായോ യാതൊരു സാധുതയും ഇല്ല എന്ന് ഞങ്ങൾ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് BJP ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാം വർഗീയം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ ഇപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇത് തന്നെയാണ് ഓരോ പദ്ധതികളുടെയും കാര്യത്തിൽ നടക്കാവുന്നത്. കേരളം ഒരു പ്രത്യേക റിപ്പബ്ലിക് അല്ലെന്ന് ആദ്യം മനസ്സിലാക്കൂ. നിങ്ങളെല്ലാവരും കൂടി കേരളം എന്തോ വലിയ സംഭവമാണ്, കേരളത്തിന് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് എന്തോ അസ്തിത്വമുണ്ട്, ഞങ്ങൾ പ്രത്യേക രാജ്യമാണ് എന്നൊക്കെ ആരൊക്കെയോ ചേർന്ന് തീരുമാനിച്ചാൽ അതങ്ങ് നടപ്പാകുമോ? അതൊന്നും നടപ്പാകാൻ പോകുന്നില്ല. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പാക്കുന്ന എല്ലാ നിയമങ്ങളും കേരളത്തിന് ബാധകമാണ്. ഇത് തന്നെയാണ് CIAയുടെ കാര്യത്തിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ, PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ, ആയുഷ്മാൻ മന്ദിറിന്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ പറഞ്ഞല്ലോ. കേരളത്തിന് എങ്ങനെയാണ് വിട്ടു നിൽക്കാൻ പറ്റും? ചുമ്മാതെ ഫേസ്ബുക്കിൽ ഒരു പണിയും ഇല്ലാതെ കുറെ അവന്മാര് എഴുതുന്നു എന്ന് വിചാരിച്ച് അതിന്റെ താളത്തിനകത്ത് തുള്ളുന്നതല്ലോ. അത് CPM-ഉം AKG സെന്ററും തുള്ളുമായിരിക്കും, അല്ലെങ്കിൽ MN മന്ദിരവും CPI-യും തുള്ളുമായിരിക്കും. ഭരണഘടനയ്ക്കും സർക്കാരിനും അങ്ങനെ തുള്ളാൻ പറ്റുമോ? പക്ഷേ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ്, കത്തയച്ചു കഴിഞ്ഞു. അതാണല്ലോ പറഞ്ഞല്ലോ, മന്ത്രി തന്നെ പറഞ്ഞല്ലോ, കത്തിന്റെ സാങ്ക്ടിറ്റിയെ പറ്റി പറഞ്ഞല്ലോ. ആർക്കാണ് സാർ കത്തയക്കാൻ പറ്റാത്തത്? ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പൊ ഇമെയിൽ എന്നുള്ളത് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോ ഡേറ്റകളുടെ നിരക്ക് കുറഞ്ഞതുകൊണ്ട് ആർക്കും എന്തും അയക്കാമല്ലോ. കത്ത് അയക്കുകയോ, ഇൻസ്റ്റാഗ്രാമിൽ പറയുകയോ, ഇനി വാട്സാപ്പിൽ അയക്കുകയോ, ഇനി യൂട്യൂബ് വീഡിയോ ചെയ്യുകയോ, എന്ത് വേണം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇന്ത്യ മഹാരാജ്യത്ത്. അതിനൊക്കെ ഭരണഘടനാപരമായി എന്ത് സാങ്ക്ടിറ്റിയാണ് സാർ ഉള്ളത്? നിങ്ങൾ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള ബുദ്ധിമുട്ടില്ല, കാരണം അതിന്റെ അവസാന പേജിൽ എഴുതിയിട്ടുണ്ട് അത് നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് പിന്മാറാം എന്നുള്ള രീതിയിൽ, അത് ഇത്ര സമയത്തെ മുൻപ് അറിയിക്കുക എന്നുള്ള ആ രീതിയിൽ തന്നെയുള്ള പരാമർശം അതിന്റെ ഉണ്ട്. ധാരണാപത്രമാണ്, MOU ആണ്. അന്ന് പിന്മാറട്ടെന്നേ, പിന്മാറാൻ തീരുമാനിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിനൊന്നും പിന്മാറാൻ നമുക്ക് കാത്തിരുന്ന് കാണാൻ മഞ്ജുഷ്. ഇതിനകത്തൊന്നും വലിയ നമ്മള് ഈ പൊതുബോധം പോലെ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫേക്ക് നറേറ്റീവിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കാത്തിരുന്ന് കാണാം. SSK ഫണ്ടിന്റെ കാര്യത്തിൽ സന്ദീപ് അതിനകത്തൊരു വ്യക്തത വരുത്തും. SSK ഫണ്ട് കഴിഞ്ഞ ദിവസം കിട്ടി കേരളത്തിന്. ഇപ്പോൾ മന്ത്രി പറയുന്നത് SSK ഫണ്ട് ഇനി കിട്ടിയില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയില്ല. അതായത് PM ശ്രീയിൽ നിന്ന് പിന്മാറിയാൽ SSK ഉണ്ടാവില്ല. അത് ശരിയുമാണല്ലോ അല്ലേ? അല്ല, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അത് മന്ത്രിയാണ് പറയേണ്ടത്. എന്തായാലും ഞങ്ങൾ പറയുന്നത് PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് വിട്ടു നിൽക്കാൻ പറ്റില്ല ഒപ്പിട്ട സ്ഥിതിക്ക്. എന്ന് മാത്രമല്ല, ഇത് ഒപ്പിടുമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലേ. ഒപ്പിടാതിരിക്കാൻ പറ്റില്ല സാർ. ഇന്ത്യ മഹാരാജ്യം നടപ്പാക്കിയത് ഞാൻ ചോദിക്കട്ടെ, ഈ PM ശ്രീ പദ്ധതിക്ക് CPIയെ സൂചിപ്പിക്കാൻ പറയുന്ന വർത്തമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് മെറിറ്റാ ഉള്ളത് ഞാൻ ചോദിക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പാക്കിയത് കൊണ്ട് എന്ത് കുഴപ്പമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇവർ പറയുന്നു BJPയുടെ എന്താണ് വർഗീയ അജണ്ട കാവ്യവൽക്കരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സർക്കാർ സ്കൂളുകളിലൊന്നല്ലേ പട്ടം കേന്ദ്രീയ വിദ്യാലയം? 2 ഷിഫ്റ്റിലായി ഏകദേശം 4000-5000 കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നില്ലേ? അവിടെ PM ശ്രീ പദ്ധതിയാണല്ലോ കഴിഞ്ഞ 1 വർഷമായി നടപ്പാക്കുന്നത്. ഈ പറയുന്ന CPM നേതാക്കന്മാരുടെ ഒരു മക്കളും അവിടെ പഠിക്കുന്നില്ലേ? CPI നേതാക്കന്മാരുടെ മക്കൾ പഠിക്കുന്നില്ലേ? മുസ്ലിം ലീഗുകാരുടെ മക്കൾ പഠിക്കുന്നില്ലേ? കോൺഗ്രസുകാരുടെ മക്കൾ പഠിക്കുന്നില്ലേ? അവരെല്ലാം ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് PM ശ്രീ പദ്ധതിയിൽ നടപ്പാക്കിയ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ ശാഖയിൽ പോകാൻ തുടങ്ങിയോ? അവരെല്ലാവരും RSSകാരായി മാറി, അവരെല്ലാവരും BJP മെമ്പർഷിപ്പ് എടുത്തോ? ഇവരെ ആരെയാണ് ഭയക്കുന്നത്? ഇവർ ചുമ്മാതെ വ്യാജ നറേറ്റീവുകൾ ഉണ്ടാക്കി കള്ളം പറഞ്ഞ് വോട്ട് തട്ടാൻ പറ്റുമോ എന്ന് നോക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് ഇതിന് ഒരു വിലയുമില്ല. ശരിയുമാണ് താങ്കൾ, പക്ഷേ അതിനെ അനുകൂലിക്കുകയുമാണ് PM ശ്രീ പദ്ധതിയിൽ